എടാ മോനെ, വെൽക്കം ടു ഡേ 8 ഓഫ് ഇംഗ്ലീഷ് നാച്ചുറാലിറ്റി പ്രോഗ്രാം. അപ്പൊ ഡേ 9 അല്ലേ? ഡേ 9 അല്ല, അതിന് കാരണമുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ഡേ 8 പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡേ 8 നമ്മൾ കുറെ നിറ്റിഗിരി ഡീറ്റെയിൽസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് മനസ്സിലായി. പക്ഷെ റിയൽ കോൺവെർസേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കുറെ കേസസ് ഉണ്ടല്ലോ അവിടെ. അപ്പൊ റിയൽ കോൺവെർസേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രണ്ടുപേര് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ കംപ്ലീറ്റ് റീവർക്ക് ചെയ്തിട്ട് സിമ്പിൾ ആക്കി എടുത്തിട്ടുണ്ട്. ആൻഡ് വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, ഇന്നത്തെ ഈ ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളെ നാച്ചുറാലിറ്റി പ്രോഗ്രാം തുടങ്ങിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു 20% അല്ലെങ്കിൽ ഒരു 15 to 20% ആണ് യൂസ് ചെയ്യുള്ളൂ. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ 80 to 85% യൂസ് ചെയ്യുന്ന സാധനമാണ്. സോ ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. സോ ഹിയർ യു ഗോ. അപ്പൊ ഇന്ന് നമുക്ക് കവർ ചെയ്യാൻ പോകുന്നത്, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ നാച്ചുറാലിറ്റി പ്രോഗ്രാം ഞാനൊരു ചെറിയ റീക്യാപ്പ് തരാം. കാരണം കുറെ ആൾക്കാർ മുന്നത്തെ കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. സോ നമ്മളെ ബിഗിനേഴ്സ് ചാലഞ്ച് കവർ ചെയ്ത് ഇംഗ്ലീഷ് അടിപൊളിയായിട്ട് സംസാരിക്കാൻ പഠിച്ചു. പിന്നെ നമ്മൾ നാച്ചുറാലിറ്റി പ്രോഗ്രാമിലേക്ക് വന്നു. നാച്ചുറാലിറ്റി പ്രോഗ്രാമിൽ കോമൺ സെന്റൻസ്, ഇഡിയംസ്, ഫ്രേസസ് ഒക്കെ കവർ ചെയ്ത് സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേറ്റീവ് സെന്റൻസ് പാറ്റേണിലേക്ക് വന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് കവർ ചെയ്തത് V1 വെച്ചിട്ട് കുറെ സാധനം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് സപ്പോസ് ടു, ലൈക്ക് ടു എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ V3 വെച്ചിട്ട് മേ ഹാവ്, മൈറ്റ് ഹാവ്, മസ്റ്റ് ഹാവ് എന്നൊക്കെ പറഞ്ഞ് വേറെ കുറെ കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 15 to 20% ആണ് യൂസ് ചെയ്യുള്ളൂ. എന്നാൽ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന മോഡൽ ഓക്സിലറി, ആ പേരൊന്നും നോക്കണ്ട. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് ഒരു 80 to 85% നമ്മളെ നേറ്റീവ്സ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്ത് കുറെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കുറച്ച് എംഫസൈസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സാധനമാണ്. അത് നിങ്ങൾക്ക് ഈ സാധനം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ക്യാന്, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഷാള്, ഷുഡ്, വുഡ്, ഗുഡ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ ലെറ്റ്സ് ഡിഗിൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ക്യാന്, കുഡ്, മെയ്, മൈറ്റ് ആണ്. അപ്പൊ അതിന് മുന്നായിട്ട് എനിക്കൊരു 3 റൂള് നിങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന റൂൾ തന്നെയാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോർമാറ്റ്, ഇതൊക്കെ യൂസ് ചെയ്യേണ്ട ഫോർമാറ്റ്, ഫസ്റ്റ് റൂൾ ആണ്. ഇതൊക്കെ യൂസ് ചെയ്യേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട്, ഓക്സിലറി, വേർബ്, ഒബ്ജക്റ്റ്, ടൈം ആണ്. അതിൽ ഓക്സിലറിയുടെ പ്ലേസിലാണ് ഇവന്മാരെ ഇപ്പൊ പഠിപ്പിക്കാൻ പോകുന്ന എല്ലാരെയും പ്ലേസ് ചെയ്യേണ്ടത് ഓക്സിലറിയുടെ ആ ഒരു പൊസിഷനിലാണ്. പിന്നെ രണ്ടാമത് ഒരു പറയേണ്ട കാര്യം, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, V1 ആണ്. എല്ലാത്തിനും വേർബിന്റെ ഫസ്റ്റ് ഫോം തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പൊ ഇതാണ് ഫോർമാറ്റ്. സബ്ജക്ട്, ഓക്സിലറി സ്ഥാനത്ത് ഇവന്മാരെ പ്ലേസ് ചെയ്യുക, V1, ഒബ്ജക്റ്റ്, ടൈം. അതാണ് ഫസ്റ്റ് റൂള്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ക്യാൻ ആണ് പഠിക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ ക്യാൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സബ്ജക്ട് യൂസ് ചെയ്യുക I, പിന്നെ ഓക്സിലറി സ്ഥാനത്ത് ക്യാൻ യൂസ് ചെയ്യുക. സോ I can swim, V1 യൂസ് ചെയ്യുക. I can speak English. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ഫസ്റ്റത്തെ ഫോർമാറ്റ് വരുന്നത്. ഓക്സിലറുടെ സ്ഥലത്ത് തന്നെ എല്ലാവരും പ്ലേസ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്, ഈ ഓക്സിലറുടെ സ്ഥാനത്ത് ഇവന്മാരൊക്കെ പ്ലേസ് ചെയ്തുകൊണ്ട് ഇവരെ ഓക്സിലർ പോലെ തന്നെയാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓക്സിലറിയുടെ ബാക്കിൽ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഹി ക്യാൻ സ്വിം എന്ന് പറഞ്ഞാൽ അവനക്ക് സ്വിം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സ്വിം ചെയ്യാൻ കഴിയും. അപ്പൊ അതിനെ നെഗറ്റീവ്, അവന് കഴിയില്ല എന്ന് പറയാം. നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ബാക്കിൽ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനെ ചേർത്ത് എഴുതുന്നതാണ് I can't swim. I can't swim എന്ന് പറയുന്നത് അതിനെ ചേർത്ത് എഴുതുന്നതാണ്. ഇനി ഇത് ക്വസ്റ്റ്യൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്യാനെ പിടിച്ചിട്ട്, ഈ ഓക്സിജനെ പിടിച്ച് ഫ്രണ്ടിൽ കിട്ടാൽ മതി. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളതാണ്. സോ ക്യാൻ യു സ്വിം എന്ന് പറഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ആയി, നിനക്ക് സ്വിം ചെയ്യാൻ കഴിയുമെന്നായി. ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത്തെ റൂൾ. എല്ലാത്തിനും നെഗറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഓക്സിലറുടെ ബാക്കിൽ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഓക്സിലറിന്റെ ഫ്രണ്ടിൽ കിട്ടാൻ ക്വസ്റ്റ്യനും കിട്ടും. അതാണ് രണ്ടാമത്തെ റൂള്. നിങ്ങൾക്ക് അറിയുന്ന സാധനമാണ്, മനപ്പാടാണ്, എന്നാലും ജസ്റ്റ് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് നമ്മളെ സബ്ജക്റ്റിലെ, സബ്ജക്ട് എന്ന് പറയുമ്പോൾ പ്ലൂറൽ സബ്ജക്ട് വരാം, സിംഗുലാർ സബ്ജക്ട് വരാം. അങ്ങനെ കോമൺ ആയിട്ട് വരുമ്പോൾ നമ്മളെ ഓക്സിലറീസിൽ സാധാരണ ചേഞ്ച് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, സിംഗുലാർ ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് നോക്കണമെന്നുണ്ടെങ്കിൽ സിംഗുലാർ ആണെന്നുണ്ടെങ്കിൽ ഡസ് വരും, പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ ഡു വരും. ഇങ്ങനെ ഓക്സിലറീസ് ചേഞ്ച് ചെയ്ത് കളിക്കലുണ്ട് നമ്മുടെ സബ്ജക്ട്സിന് അനുസരിച്ചിട്ട്. എന്നാൽ ഇവിടെ ഈ മോഡൽ ഓക്സിലറിയുടെ കേസിൽ വരുമ്പോൾ ഒന്നും ചേഞ്ച് ആവില്ല. അതായത് ഇപ്പോ പ്ലൂറൽ വന്നു, അപ്പൊ ദേ ക്യാൻ സ്വിം. എന്നാൽ സിംഗുലാർ വന്നു കഴിഞ്ഞാലും ഹി ക്യാൻ സ്വിം തന്നെയാണ്. അതല്ലാതെ ഹി ക്യാൻസ് എസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആ ഇതെന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. അങ്ങനെയാണ് 3 റൂള്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തോളും. എന്നാൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു റൂൾ എന്ന് പറഞ്ഞാൽ ഈ റൂളാണ്. അതും നിങ്ങൾക്ക് വളരെ അറിയുന്ന ഒരു റൂളാണ്. അപ്പൊ ഓക്സിലറുടെ സ്ഥാനത്ത് പ്ലേസ് ചെയ്യുക, V1 തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. സോ ദാറ്റ് ബീങ് സെഡ്, നമുക്ക് ക്യാനും കുഡിലേക്കും ഫസ്റ്റ് തന്നെ കടക്കാം. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്യാനിന്റെ മീനിങ് എന്ന് പറയുന്നത്, ക്യാൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ സാധിക്കും, പറ്റും. ഒരു കാര്യം ചെയ്യാൻ പറ്റും, കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യണത്. അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും, അവൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും, എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. അപ്പൊ അങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ക്യാൻ യൂസ് ചെയ്യണത്. എന്നാൽ കുഡ് യൂസ് ചെയ്യണത് ക്യാനിന്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ്. അപ്പൊ ക്യാന് ചെയ്യാൻ കഴിയുന്നാണെന്നുണ്ടെങ്കിൽ കുഡ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിയുമായിരുന്നു. പാസ്റ്റിൽ ചെയ്യാൻ കഴിയുമായിരുന്നു, എന്നാൽ ഇപ്പൊ മേ ബി ചെയ്യാൻ കഴിയണം എന്ന് നിർബന്ധമില്ല.
അപ്പൊ ഇതാണ് ക്യാനും കുഡും. ആൻഡ് പിന്നെ ഒരു ഡിഫറൻസും കൂടി പറയാനുള്ളത്, ക്യാൻ എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് എന്താ പറയാ കാഷ്വൽ ആയിട്ടുള്ള സാധനമാണ്. കുഡ് എന്ന് പറയുന്നത് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കുഡ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. സോ ക്യാൻ എന്ന് പറയുന്നത്, അപ്പൊ ഐ ക്യാൻ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ ഫോർമാറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. സബ്ജക്ട്, ഓക്സിലറി, വെർബ് 1, ഒബ്ജക്ട്, ടൈം. അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന എങ്ങനെ പറയാം? ഐ സബ്ജക്ട് യൂസ് ചെയ്തു, പിന്നെ ഓക്സിലറി സ്ഥാനത്ത് ക്യാൻ യൂസ് ചെയ്തു. അപ്പോൾ ഐ ക്യാൻ, പിന്നെ V1 ആണ് സംസാരിക്കുക എന്നുള്ളതിന്റെ സ്പീക്ക്. സോ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. സോ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഇനി അവൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷീ ക്യാൻ ഡ്രൈവ്, അവൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും. ഇനി അവനക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹീ ക്യാൻ ഹെൽപ്പ് യു. ഓക്കെ, ഹീ ക്യാൻ ഹെൽപ്പ് യു. അതെങ്ങനെയാണ് വന്നത്? സബ്ജക്ട്, ഇനി ഓക്സിലറി സ്ഥാനത്ത് ക്യാൻ ഇട്ടു. അപ്പൊ അവനക്ക് കഴിയുന്നായി. ഇനി എന്തിനു കഴിയും? ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ എന്താണ്? V1 യൂസ് ചെയ്യും, ഹെൽപ്പ്. അപ്പൊ അവനക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയും. ആരെ? ഒബ്ജക്റ്റ് ആയിട്ട് നിന്നെ. സോ ഹീ ക്യാൻ ഹെൽപ്പ് യു എന്ന് പറഞ്ഞാൽ അവനക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. ഇനി വി ക്യാൻ സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും എന്നാണ് മീനിങ്. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ കുഡിലേക്ക് വരുമ്പോ എങ്ങനെയായിരിക്കും? കുഡിലേക്ക് വരുമ്പോ ഇവിടെ കഴിയുന്നതാണെന്നുണ്ടെങ്കിൽ അവിടെ കഴിയുമായിരുന്നു എന്നാണ്. അപ്പൊ ഹി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അവനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അപ്പോ ഹി കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് when I could speak English when I was kid. അതായത് ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ സൗദിയിൽ നിന്ന് വന്ന എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവൻ പറയാറുണ്ട് എന്റെ അടുത്ത്, ഞാൻ അവിടെ ഖത്തറിലായിരുന്ന സൗദിയിലായിരുന്നപ്പോൾ ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അതായത് പണ്ട് എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമായിരുന്നു, ഇവിടെ വന്ന് നിങ്ങളെ കൂടെ കൂടിയിട്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനെങ്ങനെ പറയാ? ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് when I was in Qatar, അല്ലെങ്കിൽ when I was a kid. അപ്പോൾ ഞാൻ കിഡായിരുന്നപ്പോൾ, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ അതിനൊരു മീനിങ് ഉണ്ട്. ഇപ്പൊ ഉള്ളിലൊരു മീനിങ് ഒളിച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് നല്ലപോലെ കഴിയുന്നില്ല എന്നുള്ളൊരു മീനിങ് ഒളിച്ചിരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വേറെ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ EBC ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ പിന്നെ നിങ്ങൾ EBC പുറത്ത് പോയിട്ട് പ്രാക്ടീസ് ഒന്നും ചെയ്യാതാവുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറയില്ല. സോ ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് when I was a kid. ഓക്കെ, ഇനി അടുത്ത സാധനം, ഐ കുഡ് സ്വിം when I was 6. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആ ഇന്റർവ്യൂലാ മറ്റേ മടോണെ ആ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞില്ലേ, പണ്ട് എന്റെ അച്ഛൻ എന്നെ സ്വിമ്മിംഗ് പൂളിൽ കിട്ടു, അപ്പൊ ഞാൻ നീന്തി കയറി എന്നൊക്കെ പറഞ്ഞില്ല. അതേപോലെ തള്ളണ ഒരു സാധനമാണ് ഐ കുഡ് സ്വിം, എനിക്ക് സ്വിം ചെയ്യാൻ കഴിയുമായിരുന്നു when I was 6. എനിക്ക് 6 വയസ്സുള്ളപ്പോ എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു എന്നാണ് അതിന്റെ മീനിങ്. ഷീ കുഡ് ഡാൻസ് വെരി വെൽ, അവൾക്ക് നല്ല രീതിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയുമായിരുന്നു. പാസ്റ്റിലിട്ടാ അവൾക്ക് നല്ല രീതിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. മേ ബി ഇപ്പൊ അവളുടെ കാലിന് എന്തെങ്കിലുമൊക്കെ ഇഞ്ചറി സംഭവിച്ചിട്ട് അവൾക്ക് ഡാൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പൊ ഷീ കുഡ് ഡാൻസ് വെരി വെൽ എന്ന് പറഞ്ഞാൽ അവൾക്ക് പണ്ട് നല്ല രീതിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഓക്കെ, ഇനി ഹി കുഡ് റൺ വെരി ഫാസ്റ്റ്. ഇതെന്റെ ഡാഡി പറയാറുണ്ട് ഇടയ്ക്ക്. ഹി കുഡ് റൺ വെരി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവനക്ക് നല്ല രീതിക്ക് ഓടാൻ കഴിയുമായിരുന്നു, നല്ല ഫാസ്റ്റ് ആയിട്ട് ഓടാൻ കഴിയുമായിരുന്നു എന്നാണ് മീനിങ്. അപ്പൊ ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്യാൻ കഴിയും, കുഡ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിയുമായിരുന്നു, പാസ്റ്റിൽ ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പൊ ക്യാനിന്റെ പാസ്റ്റ് ആണ് കുഡ്. ഓക്കെ, ഇനി ഇതിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ, ഞാൻ ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ, അല്ലെങ്കിൽ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഐ ക്യാനിന്റെ ബാക്കിൽ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ക്യാൻ ആണ് ഇവിടെ ഓക്സിലറിയുടെ പ്ലേസിൽ വന്നേക്കുന്നത്, അതിന്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് എന്തായി? നെഗറ്റീവ് ആയി. സോ ഐ ക്യാൻ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. അപ്പോ ഇനി ഈ നോട്ടിനെ ക്യാനിനും ഒരുമിച്ച് എഴുതുന്നതാണ് ക്യാൻഡ്. ഐ കാൺ സ്പീക്ക് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. ഐ കാൺ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവില്ല. ഷീ കാൺ ഡ്രൈവ്, ആൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല, മേ ബി കൈയൊടിഞ്ഞിരിക്കുകയായിരിക്കാം. ഷീ കാൺ ഡ്രൈവ്. വി കാൺ ഗോ ടു, ഞങ്ങൾക്ക് ഇന്ന് പോകാൻ കഴിയില്ല. അപ്പൊ അതാണ് ഇവിടെ വരുന്നത്. അപ്പൊ അതന്നെ നമ്മളെ കുഡിൽ. അപ്പൊ ഇവിടെ നെഗറ്റീവ് വരുമ്പോ, ക്യാനിന്റെ നെഗറ്റീവ് വരുമ്പോ കഴിയും, കഴിയില്ല. അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും, ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. എന്നാൽ കുഡിലേക്ക് വരുമ്പോ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോ, നെഗറ്റീവിലേക്ക് വരുമ്പോ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. ഫോർ എക്സാമ്പിൾ, EBCയിലേക്ക് മുന്നേ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പറയില്ലേ, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല, എന്നാൽ EBCയിൽ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്കിപ്പോ നന്നായിട്ട് കഴിയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അതെങ്ങനെ പറയാം? ഐ കുഡ്ന്റ് സ്പീക്ക് ഇംഗ്ലീഷ് ബട്ട് നൗ ഐ ക്യാൻ. അതായത് ഐ കുഡ്ന്റ് സ്പീക്ക് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. ഐ കുഡ്ന്റ് സ്പീക്ക് ഇംഗ്ലീഷ് ബട്ട് നൗ ഐ ക്യാൻ, ഇപ്പൊ എനിക്ക് പറ്റുന്നുണ്ട് എന്നുള്ള ലെവലിലൊക്കെ നിങ്ങൾ പറയില്ലേ. അതുപോലെ തന്നെ ഷീ കുഡ്ന്റ് ഡാൻസ് വെൽ, അവൾക്ക് നല്ല രീതിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല, പക്ഷെ ഇപ്പൊ അവൾ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് നല്ല രീതിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളൊരു മീനിങ് അതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മീനിങ് ഇത്രേ ഉള്ളൂ. ഷീ കുഡ്ന്റ് ഡാൻസ് വെൽ എന്ന് പറഞ്ഞാൽ അവൾക്ക് നല്ല രീതിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഓക്കെ,
ആൻഡ് വി കുഡന്റ് ഫിനിഷ് ദ ടാസ്ക് വർക്ക് യെസ്റ്റർഡേ. വി കുഡന്റ് ഫിനിഷ് ദ വർക്ക് യെസ്റ്റർഡേ. ഇന്നലെ ഞങ്ങൾക്ക് ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഓക്കെ, ഇനി ഐ കുഡന്റ് സ്ലീപ് ലാസ്റ്റ് നൈറ്റ്. എനിക്ക് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഐ കുഡന്റ് സ്ലീപ് യെസ്റ്റർഡേ. യു നോ ഐ ഹാഡ് എ ലോട്ട് ഓൺ മൈ മൈൻഡ്, സോ ഐ കുഡന്റ് സ്ലീപ് ലാസ്റ്റ് നൈറ്റ്. എനിക്ക് ഇന്നലെ നല്ല രീതിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പൊ ഐ ക്യാൻ സ്ലീപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഐ കാൺ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഐ കുഡന്റ് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് മീനിങ്. ഇനി ഇത് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ക്യാനിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സെന്റൻസിൽ നിന്ന് ക്യാനിനെ പിടിച്ചിട്ട് ഓക്സിലറിനെ പിടിച്ച് ഫ്രണ്ടിൽ കിട്ടാനാണ് ക്വസ്റ്റ്യൻ ആവുക. സോ കെൻ യു സ്പീക്ക് ഇംഗ്ലീഷ്? അപ്പൊ ഇവിടെ നിന്ന് ഇതിനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ കെൻ യു സ്പീക്ക് ഇംഗ്ലീഷ്? നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയോ എന്നുള്ള ലെവലിൽ നിനക്ക് പറ്റുമോ, നിനക്ക് കഴിയുമോ, നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ? കെൻ യു സ്പീക്ക് ഇംഗ്ലീഷ്? നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ? കെൻ യു സ്വിം? കെൻ യു ഡ്രൈവ്? നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുമോ? കെൻ ഷി ഡ്രൈവ്? അവൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുമോ? അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കെൻ വി ലീവ് നൗ? ഞങ്ങൾക്ക് ഇപ്പൊ പോകാൻ കഴിയുമോ? അപ്പൊ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്നാൽ ക്വസ്റ്റ്യൻസിന്റെ കേസിൽ വരുമ്പോൾ ഒരു എഡ്ജ് കേസ് ഉണ്ട്. എഡ്ജ് കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് ഇങ്ങനെ കഴിയുമോ എന്നുള്ള ലെവലിൽ ചോദ്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ചില സമയത്ത് അതൊരു റിക്വസ്റ്റ് ആയി മാറാറുണ്ട്. കെൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്നുള്ളൊരു മീനിങ് വരാറുണ്ട്. ചെയ്യാൻ കഴിയുമോ എന്നല്ല, ചെയ്യാവോ എന്നൊരു മീനിങ് വരാറുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് സെയിം അല്ലേ? അപ്പൊ നിങ്ങൾ കഴിയുമോ എന്നുള്ളത് മാത്രം ആലോചിച്ച് വെച്ചാൽ ആദ്യം കോംപ്ലക്സ് ആക്കാൻ നിൽക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ? കെൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്? കെൻ യു സേ ദാറ്റ് അഗൈൻ? ഒന്നും കൂടി ഒന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ഇവിടെ വരുന്ന ഈ റിക്വസ്റ്റ് എന്ന് പറയുന്നത് അത്ര പൊളൈറ്റ് അല്ല, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത്ര പൊളൈറ്റ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റോ ക്വസ്റ്റ്യനോ അല്ല. പൊളൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഡാണ് യൂസ് ചെയ്യേണ്ടത്. സോ കുഡിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പാസ്റ്റിൽ നടന്ന ഒരു കാര്യം ക്വസ്റ്റ്യൻ ചെയ്യാനും യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുഡ് യു സ്വിം വെൻ യു were a kid? നീ ഒരു കുട്ടിയായിരുന്നപ്പോൾ നിനക്ക് നീന്താൻ കഴിയുമായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ കുഡ് വെച്ചിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വളരെ കുറവാണ്. പകരം ഈ കുഡ് വെച്ചിട്ട് നമ്മൾ കൂടുതൽ ചോദിക്കാറ്, നേറ്റീവ്സ് കൂടുതൽ ചോദിക്കാറ് എന്താണ്? പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റുകളാണ്. അതായത് കുഡ് യു ഹെൽപ്പ് മീ വിത്ത് ദിസ് പ്ലീസ്? നിങ്ങൾക്ക് ഇതിലൊന്നും തന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ? അപ്പൊ അത് ഭയങ്കര പൊളൈറ്റ് ആണ്. ക്യാൻ വെച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത്ര പൊളൈറ്റ് അല്ല. കുഡ് വെച്ച് ചോദിക്കുമ്പോൾ കുറച്ചും കൂടി പൊളൈറ്റ് ആണ്. അപ്പോൾ കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദിസ്? അല്ലെങ്കിൽ കുഡ് യു ഹെൽപ്പ് മീ പ്ലീസ്? നിങ്ങൾക്ക് തന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്നുള്ള പൊളൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. ചെയ്യാൻ കഴിയുമോ എന്ന ഇവിടെ എക്സാക്ട് വരുന്നത് ഇത് പൊളൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെയും ചോദിക്കാം, കുഡ് യു സ്വിം വെൻ യു were a kid? നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നോ എന്നുള്ള ലെവലിൽ ചോദിക്കാൻ പറ്റും. പക്ഷെ അത് വളരെ റയർ ആയിട്ടാണ് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്ത് കളയാം. ഇനി കുഡിന്റെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പൊളൈറ്റ് റിക്വസ്റ്റ് ആയിട്ട് കണ്ടാൽ മതി. കഴിയുമായിരുന്നോ എന്നുള്ള ആ സാധനം വിട്ടിട്ട് പൊളൈറ്റ് റിക്വസ്റ്റ് ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യുക. ഇതിന്റെ ഒരു എഡ്ജ് കേസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ കഴിയുമോ എന്നല്ല, ചെയ്യാമോ എന്നുള്ള ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്. അപ്പോൾ കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? അല്ലെങ്കിൽ കുഡ് യു ഓപ്പൺ ദ ഡോർ ഫോർ മീ പ്ലീസ് എന്ന് പറഞ്ഞാൽ കുഡ് യു ഓപ്പൺ ദ ഡോർ ഫോർ മീ പ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഡ് യു ഓപ്പൺ ദ ഡോർ ഫോർ മീ പ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡോർ ഒന്ന് എനിക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് തരാവോ എന്നുള്ള പൊളൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് കുഡ് യു സേ ദാറ്റ് അഗൈൻ? നിങ്ങൾക്ക് അതൊന്നും കൂടി ഒന്ന് പറയാവോ എന്നുള്ള പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്. അപ്പോൾ പൊളൈറ്റ് റിക്വസ്റ്റിനാണ് ആണ് കൂടുതലും എന്ത് യൂസ് ചെയ്യുക? കുഡ് യൂസ് ചെയ്യുക. എന്നാൽ ഇവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ടും റിക്വസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യുക. റിക്വസ്റ്റ് വരുമ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുന്ന ഒരു കാഷ്വൽ ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. എന്നാൽ പൊളൈറ്റ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ്, കുഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഏറ്റവും റിക്വസ്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് കുഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വുഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും ബെസ്റ്റ് റിക്വസ്റ്റ് കുഡ് വെച്ചിട്ടുള്ള റിക്വസ്റ്റ് ആണ്. വുഡിന്റെ കേസ് നമുക്ക് അടുത്ത് കവർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് കുഡും ക്യാനും. സിമ്പിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത സാധനം എന്ന് പറയുന്നത് മേയും മൈറ്റും ആണ്. മേ എന്ന് പറഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആണ്. മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതയുണ്ടെന്ന് അറിയില്ലേ? അതായത് അങ്ങനെ ചെയ്യാൻ സാധ്യത ഉണ്ട്, ഇങ്ങനെ നടക്കാൻ സാധ്യത ഉണ്ട്. ആ സാധ്യത ഉണ്ടെന്ന് പറയുന്നതാണ് മേ. മൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം തന്നെയാണ്, സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് മീനിങ്. എന്നാൽ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മൈറ്റ് എന്ന് പറഞ്ഞാൽ സാധ്യത കുറച്ച് കുറവാണ്, അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി കുറച്ച് കുറവാണ്, ചെറിയൊരു സാധ്യത ഉണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഡിഫറൻസ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ സെയിം പാറ്റേൺ തന്നെ യൂസ് ചെയ്യുക. ഞാൻ ഇവിടെ പഠിപ്പിച്ച സെയിം ഫോർമാറ്റ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഇറ്റ് മേ റെയിൻ ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഴ പെയ്യാനൊരു സാധ്യതയുണ്ട്, എന്ന് പറയുന്നതാണ് ഇറ്റ് മേ റെയിൻ. എന്നാൽ ഇറ്റ് മൈറ്റ് റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സാധ്യത ഉണ്ട്, മഴ പെയ്യാൻ ചെറിയൊരു സാധ്യത ഉണ്ട്. അപ്പൊ സാധ്യതയുടെ ആ ഒരു ഇന്റൻസിറ്റി ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ ചെറിയൊരു സാധ്യത ഉണ്ട്. ഇറ്റ് മേ റെയിൻ ടുഡേ എന്ന് പറഞ്ഞാൽ
മഴ പെയ്യാൻ സാധ്യത ഉണ്ട് എന്നാണ് മീനിങ്. ഇനി അടുത്തത് ഹി മേ കം ടുമോറോ. ഇപ്പൊ എന്റെ ബ്രദറൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ എന്നായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യാം, ഞാൻ ചിലപ്പോൾ നാളെ വരോടാ. അപ്പൊ ഞാൻ ഉമ്മാടെ അടുത്ത് പറയാറുണ്ട് ഹി മേ കം ടുമോറോ, അവൻ നാളെ വരാൻ സാധ്യതയുണ്ട്. സോ വി ക്യാൻ ബി പ്രിപ്പയർഡ്, നമുക്ക് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടിരിക്കാം എന്നുള്ള ലെവലിൽ ഞാൻ പറയാറുണ്ട്. സോ ഹി മേ കം ടുമോറോ, അപ്പോൾ അവൻ നാളെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് അവൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അവൻ വരുന്നൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഹി മൈറ്റ് കം ടുമോറോ, അവൻ ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ട്. ഹി മൈറ്റ് കം ടുമോറോ, അതാണ് ഡിഫറൻസ്. ആൻഡ് ഹി മേ ബി ബിസി എന്ന് പറഞ്ഞാൽ അവൾ ബിസി ആയിരിക്കാൻ അവൾ ബിസി ആവാൻ സാധ്യതയുണ്ട്. ആൻഡ് ഹി മൈറ്റ് ബി ബിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ചിലപ്പോൾ ബിസി ആവാൻ സാധ്യത ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ഇനി ദേ മൈറ്റ് എഗ്രി വിത്ത് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചിലപ്പോൾ നിങ്ങളായിട്ട് എഗ്രി ചെയ്യാൻ, അതായത് എന്താ പറയാ, യോജിച്ചു പോവാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത സാധനം ഐ മൈറ്റ് ഗോ ടുഡേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഐ മൈറ്റ് ഗോ ടുഡേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിനൊന്നും പോകില്ല. അപ്പൊ രാവിലെ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും ക്ലാസ്സിന് പോകുന്നുണ്ട്, അപ്പൊ ഞാൻ പറയും ഐ മൈറ്റ് ഗോ ടു കോളേജ് ടുഡേ, ഐ ഹാവ് ഡിസൈഡഡ് യെറ്റ്. ഞാനങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടൊന്നുമില്ല, ചിലപ്പോൾ ഞാൻ പോകാനൊരു സാധ്യത ഉണ്ട് എന്നുള്ള ലെവലിൽ ഐ മൈറ്റ് ഗോ ടു കോളേജ് ടുഡേ. അപ്പൊ അതാണ് മൈറ്റ്, ചിലപ്പോൾ ചെറിയൊരു സാധ്യത ഉണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ നെഗറ്റീവ് ആക്കാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ, മെയിൻ്റെ ബാക്കിൽ നോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇറ്റ് മൈറ്റ് നോട്ട് റെയിൻ ടുഡേ, മഴ പെയ്യാൻ സാധ്യത ഇല്ല, മഴ പെയ്യാൻ സാധ്യത ഇല്ല. ഇറ്റ് മൈറ്റ് നോട്ട് റെയിൻ ടുഡേ, ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ എന്ന് പറഞ്ഞാൽ സാധ്യതയുടെ അളവ് കുറച്ച് പറഞ്ഞു. മഴ പെയ്യാൻ ചെറിയ ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ മീനിങ്ങും. രണ്ടിന്റെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഹി മൈറ്റ് നോട്ട് കം ടുമോറോ, അപ്പൊ ഞാൻ ഉമ്മാടുത്ത് പറയുന്നത് അവൻ നാളെ വരാൻ വലിയ സാധ്യത ഇല്ല എന്ന് പറയാൻ ഹി മൈറ്റ് നോട്ട് കം ടുമോറോ. ഹി മേ കം ടുമോറോ, അതിന് സെയിം തന്നെയാണ് മീനിങ്, ഹി മൈറ്റ് കം ടുമോറോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ ഞാൻ യൂസ് ചെയ്യണ മേ ആണ് കൂടുതൽ യൂസ് ചെയ്യാൻ കണ്ടേക്കുന്നത്. അപ്പൊ മേ തന്നെ യൂസ് ചെയ്യുക, പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് സ്വിച്ച് ചെയ്തിട്ട് മൈറ്റ് ഒക്കെ യൂസ് ചെയ്യുക. ഓൾമോസ്റ്റ് മീനിങ് സെയിം ആണ്, അപ്പൊ നിങ്ങൾക്ക് ഇന്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യുക, അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ മൈറ്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വളരെ റയർ ആണ്. അതുകൊണ്ട് മൈറ്റിന്റെ കേസിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട. എന്നാൽ മേ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാറ്. മേ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് വരുമ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ മേ എന്ന് പറഞ്ഞാൽ സാധ്യത ഉണ്ടെന്നല്ലേ, എന്നാൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സാധ്യത എന്നുള്ളത് നിങ്ങൾ മറന്നു കളയണം. ഇപ്പൊ കുഡിന്റെ ഇവിടെ ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കഴിയുമായിരുന്നു എന്നുള്ള മീനിങ് അല്ല, പകരം ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ആയിട്ടാണ് കുഡിന്റെ ക്വസ്റ്റ്യനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മെയിന്റെ ക്വസ്റ്റ്യനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് അനുവാദം ചോദിക്കാനും അനുവാദം കൊടുക്കാനുമാണ് നമ്മളുടെ മേ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ മേ ഐ കം ഇൻ എന്ന് പറഞ്ഞാൽ ഞാൻ കയറിക്കോട്ടെ, ലൈക്ക് മേ ഐ കം ഇൻ, ഞാൻ വന്നോട്ടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മേ ഐ കം ഇൻ എന്ന് പറയുന്നത്. പൊളൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന്, അതായത് ഒരു അനുവാദം ചോദിക്കുക, ഒരു റിക്വസ്റ്റ് ചെയ്യാന്നുള്ള സംഭവമാണ് മേ ഐ കം ഇൻ, ഞാൻ വന്നോട്ടെ. മേ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ എന്നുള്ളൊരു സാധനമാണ്. മേ ഐ യൂസ് യുവർ ഫോൺ, ഞാൻ ഫോൺ ഒന്ന് യൂസ് ചെയ്തോട്ടെ ഒരു കോൾ ചെയ്യാനൊക്കെ എന്നുള്ള ലെവലിൽ ചോദിക്കില്ലേ, മേ ഐ യൂസ് യുവർ ഫോൺ, ഞാൻ നിങ്ങളെ ഫോൺ ഒന്ന് യൂസ് ചെയ്തോട്ടെ. അപ്പൊ അത് അനുവാദം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യണത്, മേ യൂസ് ചെയ്യണത്. ഇനി അനുവാദം കൊടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പൊ അത് എന്താണ്, പോസിറ്റീവ് സെന്റൻസ് തന്നെ ആയിട്ട്. ഫോർ എക്സാമ്പിൾ യു മേ കം ഇൻ, നിങ്ങൾക്ക് വരാം, യു മേ കം ഇൻ. യു മേ ഗോ നൗ, നിങ്ങൾക്ക് പോകാം. യു മേ ലീവ് നൗ, നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് ഇറങ്ങാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് പോകാം എന്നുള്ള യു മേ ഗോ നൗ, നിങ്ങൾക്ക് പോകാം. യു മേ ലീവ് നൗ, നിനക്ക് ഇറങ്ങാം എന്നുള്ളതാണ് ഇതിന്റെ മീനിങ് വരുന്നത്. അപ്പൊ ഇവിടെ അനുവാദം ചോദിക്കാനും അനുവാദം കൊടുക്കാനുമാണ്. ഇനി മെയിൻ ഈ പറഞ്ഞ പോലെ ഇതൊരു എഡ്ജ് കേസ് ആയിരുന്നു, ക്വസ്റ്റ്യൻ നമ്മൾ വിചാരിച്ച പോലെയല്ല ക്വസ്റ്റ്യൻ വന്നേക്കണത്. അതുപോലെ തന്നെ ഒറ്റൊരു എഡ്ജ് കേസും കൂടി ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മളുടെ നിങ്ങൾ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളതാണ്, നമ്മളുടെ ആശംസകൾ പറയാൻ വേണ്ടിയിട്ട് മേ ഗോഡ് ബ്ലെസ് യു, അല്ലെങ്കിൽ മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ, നിന്റെ എല്ലാ ഡ്രീംസും ട്രൂ ആയി വരട്ടെ എന്നുള്ള ലെവലിൽ പറയുന്നതാണ് ഈ സാധനം. ഓക്കെ, അത് എഡ്ജ് കേസ് ഒന്നല്ല, ഇത് ഇങ്ങനെ തന്നെയാണ് മീനിങ് വരാം. എന്നാലും ഇത് നിങ്ങൾ എന്താണ് നമ്മളെ ഫോം ചെയ്യാൻ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടും, അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് ഇവിടെ ഒരു ഡിഫറെന്റ് എഡ്ജ് കേസ് ആയിട്ട് കൊടുത്തുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് മെയിന്റെയും മൈറ്റിന്റെയും സംഭവങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് അവിടെ തീർക്കാം, ലൈവിൽ തീർക്കാം. അപ്പൊ ലൈവിൽ പിടിക്കാം. ബൈ.